Hey Siri. Everything you want to know about Apple. Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൻ്റെ എബിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസും പിന്നെ കുറേ ലീക്സിനെയും പറ്റിയാണ്. ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ എഴുതുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ iOS 17 നമുക്ക് മേജറായ വലിയ അപ്ഡേറ്റ്സ് ഒന്നും വരത്തില്ല എന്നാണ് നമ്മൾ ഇപ്പോൾ അറിയുന്നത്. കാരണം ആപ്പിളിൻ്റെ മേജറായിട്ടുള്ള എല്ലാ ആപ്പ് ഡെവലപ്പേഴ്സും ആപ്പിളിൻ്റെ ഒരു പുതിയ ഡിവൈസ്, അതായത് AR/VR ഹെഡ്സെറ്റിൻ്റെ ആ ഒരു ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയറിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ iOS 17 മേജറായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും വരത്തില്ല എന്ന് നമുക്ക് പറയുന്നുണ്ട്. പക്ഷേ പോകെ ഈ ഒരു ജൂണിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് ആ ഒരു മാറ്റങ്ങൾ എന്ന്. നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് iOS 16.4 ഏകദേശം 21 പുതിയ ഇമോജീസാണ് നമ്മുടെ യൂസേഴ്സിന് വരാൻ പോകുന്നത്. ഈ ഓരോ 21 ഇമോജീസും iOS 16.4 ബെയ്റ്റ ഡെവലപ്പേഴ്സിന് ആദ്യം കിട്ടുകയും പിന്നീട് ഒഫീഷ്യലായിട്ട് ഇറങ്ങുമ്പോൾ എല്ലാ യൂസേഴ്സിനും ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ആ ഒരു iOS 16.4 ബെയ്റ്റ ഇപ്പോഴും ആപ്പിൾ റിലീസ് ചെയ്തിട്ടില്ല, മറന്നുപോയതാണെന്ന് തമ്പുരാൻ. അപ്പോൾ ആ ഒരു ബീറ്റ യൂഷ്വലി ആപ്പിൾ റിലീസ് ചെയ്യുന്ന ആ ഒരു 1 വീക്ക് സൈക്കിളിൽ റിലീസ് ആയിട്ടില്ല. മിക്കവാറും ഈ ഒരു വീക്കിൽ തന്നെ ആപ്പിൾ ആ ഒരു ബീറ്റ പുഷ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് iPhone 15 അൾട്രയുടെ ഒരു ലീക്ക് ഇമേജാണ് നിങ്ങൾ കാണുന്നത്. ഒരു ലീക്ക് ഇമേജ് എന്നാൽ ഒരു റൂമർഡായ ലീക്ക് ഇമേജ്. നമ്മുടെ പിള്ളേർ തന്നെ ഉണ്ടാക്കിയ ഒരു ലീക്ക് ഇമേജ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പാണ് ഈ കാണുന്നത്. ഇതേപോലെ iPhone 15 വരികയാണെങ്കിൽ കുറച്ചും കൂടെ റഗ്ഗറായിട്ടുള്ള യൂസുകൾക്ക് iPhone 15 യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാലാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ ഇപ്പോൾ iPad mini, അതായത് പുതിയ ജനറേഷൻ iPad miniയുടെ ഒരു വർക്കിങ്ങിലാണ്. ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് എന്നായിരിക്കും റിലീസ് ആകാൻ പോകുന്നത് വെച്ചാൽ 2024 ഫസ്റ്റ് ക്വാർട്ടറിലൊക്കെ ആയിരിക്കും ആപ്പിൾ ഈ ഒരു പ്രൊഡക്റ്റ് മിക്കവാറും റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുന്നത്. നമ്മുടെ അഞ്ചാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ന്യൂസിൽ പറഞ്ഞായിരുന്നു, ആപ്പിൾ ഒരു മാക്ബുക്ക്, അതായത് കംപ്ലീറ്റ് ഡിസ്പ്ലേ ഫുൾ ഡിസ്പ്ലേ ആയിട്ടുള്ള ഒരു മാക്ബുക്ക് ചിലപ്പോൾ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഒരു കംപ്ലീറ്റ് ഫുൾ ഡിസ്പ്ലേ ആയിട്ട് ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐപാഡും ആപ്പിൾ റിലീസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്, വിത്ത് കാർബൺ ഫൈബർ മെറ്റീരിയൽ. ഈ കാർബൺ ഫൈബർ മെറ്റീരിയലായിട്ട് ആപ്പിൾ എങ്ങനെയാണ് ഈ ഒരു ഫോൾഡബിൾ ഐപാഡ് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാർബൺ ഫൈബറിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. അതേപോലെ കാർബൺ ഫൈബർ നല്ല ലൈറ്റ് വെയ്റ്റുമാണ്, റഗഡുമാണ്. പക്ഷേ ഇതങ്ങ് മാച്ച് ആവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഈ ഫോൾഡബിൾ ഐപാഡ് എന്ന് പറയുമ്പോൾ ഫോൾഡബിൾ ഫോൺ നമ്മൾ കാണുന്നുണ്ട്, ഐപാഡ് ഫോൾഡബിൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സൈസാവും. ഐപാഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും. ഈ ഐപാഡ് തന്നെയാണോ ഇനി മാക്ബുക്കായിട്ടും ആപ്പിൾ റിലീസ് ചെയ്യാൻ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. നോക്കാം ആപ്പിൾ അങ്ങനെ റിലീസ് ചെയ്യും. കാരണം ആപ്പിൾ ഓൾറെഡി ഫോൾഡബിളിലെ കുറേ സാധനങ്ങളുടെ പേറ്റൻറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൾഡബിൾ അപ്കമിങ് ഇയറിൽ ആപ്പിൾ ചിലപ്പോൾ റിലീസ് ചെയ്യാനും ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡ് സർഫ് ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു അസോസിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഈ വേൾഡ് സർഫ് ലീഗിൽ ഏറ്റവും കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഏറ്റവും ട്രെയിൻഡ് ആയവരും അതേപോലെ പ്രൊഫഷണൽസ് ആയുള്ള സർഫ് ബോർഡിങ് ചെയ്യുന്നതാണ്, ഈ വെള്ളത്തിൽ കൂടെ പോകുന്ന സംഭവം. ഈ ഒരു കൂട്ടർ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാങ് ഓഫ് മെമ്പേഴ്സ് ഇപ്പോൾ പറയുന്നത് അവരുടെ ഒഫീഷ്യൽ വാട്ടർ വെയറബിൾ വാച്ച് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ആണെന്നാണ് പറയുന്നത്. ആ ഒരു ഫുൾ ഗ്രൂപ്പും ഇപ്പോൾ വാട്ടർ സർഫിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാച്ച് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് അത് ആപ്പിളിൻ്റെ വാച്ചാണെന്ന്. ഇപ്പോൾ ആപ്പിൾ വാച്ച് യൂസേഴ്സിനും അതൊന്നും എന്തുകൊണ്ട് നല്ലതാണ്. കാരണം ഇപ്പോൾ ആപ്പിൾ വാച്ച് ഇട്ടിട്ട് നീന്താൻ പോകുന്നവരും ആപ്പിൾ വാച്ച് ഇട്ട് സർഫ് ചെയ്യുന്നവരും കുറേ പേരുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് പേടിയാണ്, കാരണം ഇതുവെല്ലാം കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന്. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് iPhone 15 നമുക്ക് മിക്കവാറും
വൈഫൈ 6E എന്ന് പറഞ്ഞ ഒരു ബാൻഡ് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് വൈഫൈ 6E എന്ന് വെച്ചാൽ E സ്റ്റാൻഡ്സ് ഫോർ എക്സ്റ്റെൻഡഡ്. കുറച്ചും കൂടെ ബെറ്റർ ആയുള്ള സിഗ്നൽ ക്യാപ്ചറിങ്ങും അതേപോലെ സിഗ്നൽ സ്ട്രെങ്ത്തും കൂട്ടാനാണ് ഈ പറഞ്ഞ വൈഫൈ 6E എന്നുള്ള ബാൻഡ് iPhone 15 ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിള് ഇപ്പോൾ M3 ചിപ്പിൻ്റെ വർക്കിങ്ങിലാണ്. ഇതെല്ലാം വർക്കിങ്ങിലാണെന്ന് പറയാൻ കാരണം പ്രോപ്പറായിട്ടുള്ള ലീക്കും പ്രോപ്പറായിട്ടുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ എപ്പോഴും നമ്മുടെ എല്ലാ ലീക്കേഴ്സും പറയുന്നൊരു കാര്യമാണ് വർക്കിംഗ് ഓൺ. അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. ആപ്പിൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു M3 ചിപ്പിലാണ്. ഈ ഒരു M3 ചിപ്പ് പുതിയ മാക്ബുക്കിൽ ആപ്പിൾ റിലീസ് ചെയ്യും. ഈ ഒരു പുതിയ മാക്ബുക്കിൽ വരുന്ന M3 ചിപ്പും 3 നാനോമീറ്ററിൻ്റെ ചിപ്പായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണുന്ന എല്ലാ പുതിയ ചിപ്പ് എന്ന് പറഞ്ഞാൽ 5 നാനോമീറ്ററിൻ്റെ ചിപ്സെറ്റാണ്. പക്ഷേ ഈ പറഞ്ഞ M3 3 നാനോമീറ്റർ ചിപ്സെറ്റ് സൈസിലായിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ M2 പ്രോയും M2 മാക്സിൻ്റെ ഒരു വീഡിയോയിൽ ആ ഒരു വീഡിയോ തന്നെ കാണിച്ചു. ഇത്രയും ഉള്ളൂ, ഏകദേശം ഇത്രയും 5 നാനോമീറ്ററിൻ്റെ ചിപ്പ്. ഈ പറഞ്ഞ എല്ലാ ആപ്പിൾ ഡിവൈസും റൺ ചെയ്യുന്നത് ആ ഒറ്റ പ്രൊസസ്സറിലാണ്. അപ്പോൾ 3 നാനോമീറ്റർ ചിപ്പ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ചിപ്പിൻ്റെ ഉള്ളിൽ ഇത്രയും പവർഫുള്ളായ എല്ലാ പരിപാടികളും നടക്കുമെന്ന് പറയുമ്പോൾ എന്ത് ടെക്നോളജി ആയിരിക്കും. അപ്പോൾ എല്ലാ ടെക്നോളജിയും അടിപൊളിയാണ്, പക്ഷേ ഒന്ന് ആലോചിച്ച് 3 നാനോമീറ്ററിൽ ഇത്രയും വലിയ ഹെവി റെൻഡറിങ്ങും ഹെവി ഹാർഡ് കോറിങ് ആയ പരിപാടികളൊക്കെ ചെയ്യാം. അതേപോലെ നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ 2023 ഫസ്റ്റ് ക്വാർട്ടർ ആപ്പിളിൻ്റെ റവന്യൂ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്തേക്കാളും ആപ്പിള് നല്ല രീതിക്ക് താഴത്തേക്ക് പോയിരിക്കുകയാണ്. അതിന് കാരണവും രണ്ടാണ്. ഒന്ന്, ആപ്പിളിൻ്റെ ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളുടെയും സപ്ലൈ കുറഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ അവർ അസംബിൾ ചെയ്യണതും മാനുഫാക്ചറിങ് ചെയ്യുന്നതും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡൗൺ ആവാനുള്ള മെയിൻ സോഴ്സ് ലോക്ക്ഡൗൺ ആണ്. ചൈനയിൽ വരുന്ന ആ ഒരു പ്രശ്നം കാരണം ആപ്പിളിൻ്റെ ഫുൾ സപ്ലൈ ചെയിനും ഡൗൺ ആണ്. രണ്ടാമത്തത് iPhone 14 Plus എന്ന് പറഞ്ഞ മോഡൽ ഇറക്കി. ആ ഒരു മോഡൽ അട്ടർ യൂസ്ലെസ് ആയിരുന്നു. ആപ്പിൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ അടി കിട്ടിയത് ആ ഒറ്റ മോഡലിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആപ്പിളിന് 2023 ഫസ്റ്റ് ക്വാർട്ടറിൽ കിട്ടിയിരിക്കുന്ന റവന്യൂ നല്ല കുറവാണ്. നമ്മൾ ഏറ്റവും അവസാനത്തെ ന്യൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞൊരു ദിവസം എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണോ മലപ്പുറമാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഒരു iPhone 13 Pro 12 Pro ഏതോ പ്രോ സീരീസ് എടുത്തൊരു വ്യക്തിക്ക് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി, ബാറ്ററി ഭയങ്കര ഡ്രെയിൻ ആയെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മളൊരു iCare പോലത്തെ ഒരു ഓതറൈസ് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഈ ഫോൺ നന്നാക്കാൻ കൊടുത്തു. അപ്പോൾ അവർ പറയാം ഏകദേശം 80,000 രൂപ വരും ഈ ഒരു സാധനം സർവീസ് ചെയ്ത് കിട്ടാൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സർവീസ് സെൻറ്ററും ഈ ആപ്പിളിൻ്റെ ഒഫീഷ്യലല്ല, ആപ്പിളിൻ്റെ എല്ലാം ഓതറൈസ്ഡ് ആണ്. അതുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ മാക്സിമം അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കുക. അതേപോലെ എന്തൊക്കെ നമുക്ക് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ ഇൻഷുറൻസ് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ഇതേപോലത്തെ പണി കിട്ടിക്കഴിഞ്ഞാൽ മുട്ടം പണി കിട്ടും. ആ ചേട്ടനെ ഇപ്പോൾ നല്ല രീതിക്ക് പണി കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഏതോ ന്യൂസിലാണ് ഞാൻ കണ്ടത്, അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് പറഞ്ഞത്. ഇപ്പോൾ പുതിയ ഡിവൈസൊക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് കെയർഫുള്ളായിട്ടിരിക്കുക. ഈ iCareഉം അതേപോലെ iCare Plus ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കുക. നമുക്കിപ്പോൾ 8-10 രൂപ ചിലപ്പോൾ കൂടുതൽ വന്നാലും നമ്മുടെ EMI കൂടെ നമുക്ക് എങ്ങനെയെങ്കിലും അടച്ചു തീർക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ മുട്ടം പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ടാലിയാക്കി കൊണ്ടുപോകാൻ ഈ പറഞ്ഞ ഇൻഷുറൻസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറയണത്. ഈ 2023 ആപ്പിളിലെ 2 സ്റ്റോറ് മുംബൈയിലും ന്യൂഡൽഹിയിലും വരുന്നുണ്ട്. അവിടെയൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നം വേണമെങ്കിൽ നമുക്ക് നേരെ പോയി കേൾക്കുന്നുണ്ട്, എടാ എൻ്റെ ഡിവൈസിന് കംപ്ലയിൻ്റ് ഉണ്ട്, എനിക്ക് നല്ലൊരു ഡിവൈസ് താന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവർ ഫുൾ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ഡിവൈസ് ഫ്രഷ് ആയിട്ടുള്ളൊരു ഫോൺ നമുക്ക് തരും. പക്ഷേ ഇപ്പോൾ ഞാൻ എടുത്ത് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഒഫീഷ്യൽ സ്റ്റോർ, ഇറ്റ്സ് എ ഓതറൈസ്ഡ് സ്റ്റോർ. അതിന് വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പിന്നെയും എടുത്തു പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം ഇൻഫോർമേഷൻസും പുതിയ കാര്യങ്ങളും അറിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിവ്യൂ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും.
അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.